ഗുഡ് ഈവനിങ്, ദിസ് ഇസ് സിയാദ് ഇലിഗൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. അങ്ങനെ നിഫ്റ്റി തുടർച്ചയായി പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തു. 25,000 തൊട്ട് താഴെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. മാർക്കറ്റ് ടൈമിൽ 25,000 മുകളിൽ പോകാനും നിഫ്റ്റിക്ക് സാധിച്ചു. എസ്പെഷ്യലി ഇന്ന് നിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് IT സെക്ടറും PSU ബാങ്കിങ് സെക്ടറുമാണ്. നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സ് കാണാം. ഭാരത് ഇലക്ട്രോണിക്സ്, വിപ്രോ, HCL ടെക് മഹേന്ദ്ര, TCS മുൻനിര ടോപ്പ് ഗെയിനേഴ്സ് എല്ലാം തന്നെ പ്രധാനമായിട്ടും IT നിന്നാണ്. M&M, ഹീറോ മോട്ടോകോർപ്പ്, മാരുതി, ബജാജ് ഓട്ടോ, ടാറ്റ മോട്ടോഴ്സാണ് ടോപ്പ് ലൂസേഴ്സ്. അപ്പോൾ IT സെക്ടർ കഴിഞ്ഞ ഇന്നലെയും പോസിറ്റീവായിരുന്നു ഇൻഫോസിസിൻ്റെ ഷെയർ ബൈബാക്കിൻ്റെ ആ ഒരു പ്രഖ്യാപനം. ഇന്നും ആ ഒരു പോസിറ്റിവിറ്റി നിലനിർത്തി. അപ്പോൾ എക്സ്ട്രീംലി ഓവർ സോൾഡ് ആയിരുന്നു IT സെക്ടർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫ്രഷ് ബൈയിങ് IT സെക്ടറിൽ കാണാൻ സാധിച്ചു. നിഫ്റ്റി 105 പോയിന്റ് ഉയർന്ന് 24,973 എന്ന നിലയിലാണ്. സെൻസെക്സ് ആവട്ടെ 324 പോയിന്റ് ഉയർന്ന് 81,425. ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 320 പോയിന്റിൻ്റെ ഒരു ഉയർച്ച രേഖപ്പെടുത്തി 54,536 ബാങ്ക് നിഫ്റ്റിയും നിലകൊള്ളുന്നത്. ഇനി ട്രംപ് ഇന്ത്യയും തമ്മിൽ വീണ്ടും ഈ നെഗോഷിയേഷൻ ചർച്ചകൾ നടത്തും. PM മോഡിയായിട്ട് വീണ്ടും വരുന്ന ആഴ്ചകളിൽ നേരിട്ട് ചർച്ചകൾ നടത്തിയേക്കാം എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. കൂടാതെ അതൊരു പോസിറ്റീവായിട്ട് നിലകൊണ്ടു. കൂടാതെ US ഒറാക്കിൾ കോർപ്പറേഷൻ എന്ന് പറയുന്ന IT കമ്പനി അവരുടെ റവന്യൂ ഫോർകാസ്റ്റ് ഉയർത്തി. അത് ഗ്ലോബലി US ഇന്ത്യയിൽ ഓൾറെഡി IT കമ്പനീസ് ഇൻഫോസിസിൻ്റെ ഷെയർ ബൈബാക്ക് കാരണം പോസിറ്റീവായിരുന്നു. ഒറാക്കിളിൻ്റെ ന്യൂസ് വന്നത് കാരണം ഈ IT കമ്പനീസിന് കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി കിട്ടി. കൂടാതെ തന്നെ ഇന്ന് GSTയുടെ ആ ഒരു ഗുണം കൊണ്ട് റാലി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന ഓട്ടോ സെക്ടറിൽ ഇന്നാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. എന്നാൽ ഇന്ന് ഇൻഷുറൻസ് മേഖലയിലുള്ള കമ്പനീസ് അതേ കാരണം കൊണ്ട് തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡിഫൻസും ഭാരത് ഇലക്ട്രോണിക്സ് പോലെയുള്ള ഡിഫൻസ് കമ്പനീസും ഇന്ന് പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു റാലിക്ക് ഇന്നത്തെ ഒരു പോസിറ്റിവിറ്റിക്ക് വേറൊരു റീസണും കൂടി ഉണ്ട്. നമ്മുടെ SIP 28,265 കോടി ഓഗസ്റ്റിൽ പോസിറ്റീവായിട്ട് തന്നെ നിലകൊണ്ടു. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും 54ാമത്തെ മാസമാണ് തുടർച്ചയായിട്ട് പോസിറ്റീവായിട്ട് നിലകൊണ്ടു. ഫിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് 6.9 ഉയർത്തി. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പോസിറ്റിവിറ്റിക്ക് റീസൺസ് ഉള്ളത്. അല്ലാതെ നമുക്കറിയാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇത്തരം ന്യൂസുകൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നാൽ എല്ലാം പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നേപ്പാളിൽ ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഖത്തറിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഓൾറെഡി നിങ്ങൾ അറിഞ്ഞ് കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് അൺഹാപ്പിയാണ്. US ഇസ്രായേലിൻ്റെയോ അഡ്വാൻസ്ഡ് ഗോൾസിൽ ഈ ഒരു ഖത്തറിൻ്റെ ആക്രമണം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഇല്ല എന്നൊക്കെയുള്ള സൂചനകളാണ് അദ്ദേഹം നൽകുന്നത്. ഇപ്പോൾ ഒരേ സമയത്ത് റഷ്യയും ഉക്രൈനും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഖത്തറിൻ്റെ ഇഷ്യൂ നമ്മൾ ഇതിനു മുമ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഖത്തറിന് ഇതിനു മുമ്പും UAE മറ്റു രാജ്യങ്ങൾ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരുന്നു. ഈവൻ മിൽക്ക് ഉൽപ്പന്നങ്ങൾ പോലും സപ്ലൈ ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ ഖത്തർ ഇതിനെ മറികടന്നിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്ന് പശുവിനെയൊക്കെ അവരുടെ തന്നെ ഖത്തർ എയർവേസിൽ വിമാനത്തിൽ കൊണ്ടുവന്ന് അത് മറികടന്നു. ആ രീതിയിലൊക്കെ പോയ സമയത്ത് മാർക്കറ്റ് ഫോൾ ആയിരുന്നില്ല. എൻ്റെ പോയിന്റ് ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാർക്കറ്റിനെ ബാധിക്കുമായിരുന്നെങ്കിൽ അത് ഇന്ന് സംഭവിച്ചേനെ. അപ്പോൾ ഇന്ന് സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ ഒരു ഇഷ്യൂ ഒരു മാർക്കറ്റിനെ നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഇനിയിപ്പോൾ നാളെ US ഇസ്രായേലിൻ്റെയോ വേറെ പ്രസ്താവനകൾ എങ്ങനെയാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി ഈ GSTയുടെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് ഈ ഓട്ടോമൊബൈൽ കമ്പനീസിനെല്ലാം തന്നെ 25% ഒരു സെയിൽസ് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് സെയിൽസ് ബിസിനസ് ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്. അവർക്കതൊരു ക്ഷീണമായി. ഇന്ന് കാർ ട്രേഡ് 10% ഇടിവ് രേഖപ്പെടുത്തി. ഇനി ലിസ്റ്റഡ് അല്ലാത്ത ബൈക്ക്വാല, കാർവാല പോലെയുള്ള വലിയ വലിയ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം തന്നെ പ്രീ ഓൺഡ് കാറിൻ്റെ ബിസിനസ് കുറഞ്ഞേക്കാമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ പരിശോധിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടുകളെല്ലാം തന്നെ എൻ്റെ
വ്യക്തിപരമായിട്ടുള്ള നിഗമനമൊന്നല്ല, എല്ലാം ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്ന് ക്രാഷ് ചെയ്തു. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $22 ഉയർന്നിരിക്കുന്നത്. 3648 സ്പോട്ട് ഉള്ളത്. അപ്പോൾ ഗോൾഡിൻ്റെ ഒരു റാലി പിടിച്ചക്കെട്ടാത്ത രീതിയിൽ ഈ ഈ ഈ പശ്ചിമ ഏഷ്യയിൽ നടക്കുന്ന ഒരു ഇഷ്യൂ ഗോൾഡിൻ്റെ വില കൂടാനായിട്ടുള്ളൊരു കാരണം ആണെന്നുള്ളത് വാസ്തവം തന്നെയാണ് കേട്ടോ. ഇക്വിറ്റി മാർക്കറ്റിലാണ് പ്രശ്നങ്ങളില്ലാത്തത്, പക്ഷേ ഗോൾഡിന് വില കൂടുന്നത് പൊതുവെ യുദ്ധങ്ങളുണ്ടാകുമ്പോഴാണ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വരാം. ഈ വരുന്ന ഞായറാഴ്ചയാണ് കൊച്ചിയിൽ ക്ലാസ് റൂമിൽ വെച്ചിട്ടുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് ഉള്ളത്, കമ്മോഡിറ്റിയും ഇൻഡെക്സും. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. HAL കമ്പനി ഇവർ ISR ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് പുതിയ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു എന്നുള്ള വാർത്ത. എംടാ ടെക് കമ്പനി 365 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ള വാർത്ത. ന്യൂജൻ കെമിക്കൽ കമ്പനി ബാറ്ററി റിന്യൂവബിൾ ബിസിനസ് അവർ ഇവരുടെ റവന്യൂ ഉയർത്തുമെന്നുള്ള വാർത്തയുണ്ട്. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനിക്ക് 7 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ITC പുതിയ ഹൈ പ്രോട്ടീൻ ആട്ട ലോഞ്ച് ചെയ്യുന്നുണ്ട്. JMR എയർപോർട്ട് കമ്പനി ഫിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. റിലയൻസ് ഇൻ്റലിജൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ പുതിയൊരു സെപ്പറേറ്റ് സബ്സിഡിയറി അവർ ഫോം ചെയ്തു. സെക്രടെക് റിന്യൂവബിൾ കമ്പനിക്ക് പുതിയ പിക്സൽ ഹെഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇനോക്സ് വിൻഡ് ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് 17% നിന്ന് 19% ഉയർത്തി. ടാറ്റ എലക്സി കമ്പനി ബയേഴ്സ് ആയിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ജാഷ് എഞ്ചിനീയറിംഗ് കമ്പനി 11 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ട്രൈഡൻറ്റ് കമ്പനി 250 കോടി രൂപയുടെ ഓർഡർ ട്രൈഡൻറ്റ് ഗ്ലോബലിൽ അവർ ചെയ്തു. ഗോൾഡിയം ഇൻ്റർനാഷണൽ കമ്പനി 100 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഒലട്ര ഗ്രീൻ ടെക് കമ്പനി BYD എന്ന് പറയുന്ന ചൈന ബേസ്ഡ് ആയിട്ടുള്ളൊരു EV കമ്പനീനെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവരായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സിൽവർ ടച്ച് ടെക് കമ്പനി എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് പുതിയ ഓർഡർ കിട്ടി. ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനി ബാംഗ്ലൂർ മെട്രോക്ക് വേണ്ടിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലുകളെല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർഡർ ജിൻഡാൽ സ്റ്റെയിലിന് കിട്ടിയെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഉള്ള വാർത്തകൾ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ന്യൂസുകൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ കേൾക്കേണ്ടത് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനോ ആ ഒരു പെർസ്പെക്റ്റീവിലല്ലാതെ ഓവറോൾ മാർക്കറ്റിന് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അതൊക്കെ അറിയാനൊക്കെ ആയിട്ടായിരിക്കണം നമ്മൾ ന്യൂസുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുക ചെയ്യാതിരിക്കുക അത് സെക്കൻഡറി ആണ്. നമ്മൾ എല്ലാ ദിവസവും ന്യൂസ് അറിഞ്ഞാൽ മാത്രമാണ് അന്നത്തെ ദിവസം എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്, അതെൻ്റെ തീരുമാനങ്ങൾ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഏത് രീതിയിൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റിലേക്കുള്ള നമ്മളെ പെർസ്പെക്റ്റീവ് എന്താണ്, നമ്മൾ എന്ത് നിലപാടുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള തീരുമാനങ്ങൾ എല്ലാം തന്നെ എടുക്കേണ്ടത് നമ്മൾ ഇൻഡിവിജ്വലി ആണെങ്കിൽ കൂടിയും ആ ഒരു തീരുമാനത്തിലേക്ക് നയിക്കാനായിട്ട് പല ചിന്തകളും ഈ ന്യൂസിലൂടെ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.